First we can take prayer. Okay. Today we discussing about arithmetic sequence. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിലെ ആൾജിബ്രിക് ഫോം, അതായത് ബീജഗണിത രൂപം, രണ്ടാമത്തെ ഭാഗം ടേംസ് ആൻഡ് സം, തുകയും പദവും എന്നീ രണ്ട് സബ് പാർട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗണിതശാസ്ത്രത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഹ്രസ്വമായ രൂപത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഈ രണ്ട് ഭാഗം വളരെ സിമ്പിൾ രൂപത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരാം. ഒന്നാമത്തത് ആൾജിബ്രിക് ഫോം ഓഫ് എ സീരീസ്. ആൾജിബ്ര അരിത്മെറ്റിക് സീക്വൻസ്, അതായത് ബീജഗണിത രൂപം. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഒരേ രൂപത്തിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. വളരെ ഒരു ടെക്നിക്കലായിട്ടാണ് ഈ രണ്ട് പാർട്ടും ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. എൻ്റെ കുട്ടികളുടെ ഒരു പ്രായം ഞാൻ പറയാം. എൻ്റെ മക്കളുടെ പ്രായം. ഒരു കുട്ടിക്ക് 11 വയസ്സ്, രണ്ടാമത്തെ മകന് 13 വയസ്സ്, മൂന്നാമത്തെ മകളാണ്, അവൾക്ക് 15 വയസ്സ്. അത് ഞാനിവിടെ ഒന്ന് എഴുതുന്നു. 11, 13, 15, 11, 13, 15. ഞാൻ അവരുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ചെറിയ മോള് പഠിക്കുന്നത് അടുത്ത വർഷം 6ാം ക്ലാസ്, മകൻ പഠിക്കുന്നത് 8ാം ക്ലാസ്, മൂത്ത മകൾ പഠിക്കുന്നത് 10ാം ക്ലാസ്. ഇനി ഞാൻ വേറൊരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് ലൈഫ് സിറ്റുവേഷനുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. നമ്മുടെ സ്കൂൾ ബസ് ഒരിക്കൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ മാനേജ്മെൻറ്റ് സ്കൂൾ ബസ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി, അവർക്ക് നാട്ടിൽ പോകാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തിരുന്നു. അതിൽ സ്കൂൾ ബസ് നമ്പർ 3, 5, 7, 9 എന്നീ 4 ബസ്സാണ് അതിന് അവർക്ക് വേണ്ടി യാത്രയ്ക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തത്. ഈ 4 ബസ് നമ്മുടെ ഗവൺമെൻറ് സർക്കാരിന് വേണ്ടി നമ്മുടെ വക സംഭാവന ചെയ്ത് അവർ ആ ബസ്സിൽ യാത്ര ചെയ്യുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, ബസ്സിൻ്റെ സൗകര്യങ്ങൾ നമ്മുടെ മാനേജ്മെൻറ്റ് ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാനിവിടെ 3 സീരീസ് എഴുതി. ഈ സീരീസിൽ നിന്നാണ് എൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ പോയിൻ്റ് ഉൾക്കൊണ്ട് ചെയ്താൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഭാഗം മനസ്സിലാക്കാൻ കഴിയും. ഈ ഭാഗത്ത് നിന്ന് SSLCക്ക് ഏകദേശം 7 മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട്. കൂടാതെ എല്ലാ ചോദ്യപേപ്പറിലും സ്ഥിരമായി വരുന്ന ഒരു ഭാഗമാണ് ഈ 2 ഭാഗം. ആൾജിബ്ര, അതായത് ബീജഗണിതവും, രണ്ടാമത്തെ സം ടേംസ്, അതായത് തുകയും പദവും. ഇത് കണ്ടുപിടിക്കുന്നത് ഒരു പ്രധാന ചോദ്യ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഇത് ശ്രദ്ധിക്കണമെന്നും പ്രത്യേകം അറിയിച്ചുകൊണ്ട് അതിൻ്റെ പോയിന്റിലേക്ക് കയറുകയാണ്. ആദ്യം നിങ്ങൾക്ക് ഞാൻ ആൾജിബ്ര രൂപം മനസ്സിലാക്കി തരാം. ഒന്നാമത്തെ സീക്വൻസ്, അതായത് 11, 13, 15, 11, 13, 15. ഇതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുൻ ക്ലാസ്സുകളിൽ, എന്താണ്
അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എന്താണുള്ളത്? ഒരു സംഖ്യയോട് ഒരു നിശ്ചയ സംഖ്യ കൂട്ടി കൂട്ടി പോവുക. ഇവിടെ 11, 2, 13, 13, 2, 15. അതിനാണ് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് പറയുക. ഡി, ഇതിൻ്റെ ഡി, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഡി 2ആണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെയും ഡി 2ആണ്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെയും ഡി 2ആണ്. എല്ലാത്തിൻ്റെയും ഡി 2. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് 2ആണ്. രണ്ടാം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഒന്നാം പദം, ഫസ്റ്റ് ടേം, ടേം 1, ടേം 1, ടേം 1, ടേം 1. ഫസ്റ്റ് ടേം ഒന്നാമത്തേൽ 11, രണ്ടാമത്തെ 6, മൂന്നാമത്തേൽ 3. ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൻ്റെ ആൽജിബ്രിക് ഫോം എഴുതാൻ. വളരെ എളുപ്പമാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിൽ കൂടി എളുപ്പ വഴിക്ക് അത് പഠിപ്പിച്ചു തരാം. ഉദാഹരണം 11, ഫോർ എക്സാമ്പിൾ 2, 4, 6. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ 10ാം പദം കാണാം, 10th ടേം കാണാം, 11th ടേം കാണാം, 101th ടേം കാണാം, 180ാം പദം കാണാം, 175th ടേം കാണാം. എല്ലാ ടേമും ഈസി ആയിട്ട് കാണാം. അതിൻ്റെ വഴികൾ നിങ്ങളൊന്ന് ഷോർട്ട് കട്ടിൽ മനസ്സിലാക്കൽ നിങ്ങൾക്ക് പഠിക്കാൻ ഈ പാഠഭാഗം മൊത്തം മനസ്സിലാക്കാൻ ഒരു എളുപ്പമാണ്. അതാണ് ആദ്യം പറയുന്നത്. ആദ്യം ചെറിയ സംഖ്യയുടെ 3 ടേമിൻ്റെ 3ാം ടേം മാത്രം പറയാം. 3ാം ടേം എന്ന് പറഞ്ഞാൽ എപ്പോഴും 1ാം ടേമിനോട് ഫസ്റ്റ് ടേം 2, അതിനോട് 3 ആണെങ്കിൽ 3ാം ടേം ആണെങ്കിൽ 2 എടുക്കുക, 6ാം ടേം ആണെങ്കിൽ 5 എടുക്കുക, 10ാം ടേം ആണെങ്കിൽ 9 എടുക്കുക, 100ാം ടേം ആണെങ്കിൽ 99. അങ്ങനെ ഒന്ന് കുറച്ചെടുക്കുക. എവിടുന്ന ഒന്ന് കുറക്കണേ? 1ാം ടേം എഴുതുന്നത് കൊണ്ട്. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഫസ്റ്റ് ഒരു സമാന്തര ശ്രേണി തന്നാൽ, അരിത്തമെറ്റിക് സീക്വൻസ് തന്നാൽ ആദ്യം 1ാം ടേം എഴുതുക. അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് എന്നോട് പറയാം 100ാം ടേം കണ്ടുപിടിക്കുക. അപ്പോൾ 99 എഴുതുക. 99, 99. അതിന് ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്കറിയാം 2 ആ. ഡിയുടെ കോമൺ 2. അപ്പോൾ ടി 100, 100ാം ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈക്വൽ ടു 2 പ്ലസ് ഇത് മൾട്ടിപ്പിൾ ചെയ്യാൻ സുഖ. 100ൽ നിന്ന് 2 കുറച്ചാൽ മതി. അപ്പോൾ 198 ഈക്വൽ ടു 200. ഇത് ഞാൻ സിമ്പിളായി കണക്ക് ചെയ്യും. ഒന്നുകൂടി പറയാം. 2, 4, 6. 1ാം ടേം 2, നിങ്ങൾക്ക് 100ാം ടേം കിട്ടണം. അപ്പോൾ 99 എഴുതുക. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് കൊണ്ട് ഗുണിക്കുക, കിട്ടുന്ന 200. ഉദാഹരണത്തിന് ഇതിന് എ പേര് കൊടുത്തു, ഇത് 100 എന്നുള്ള n കൊടുത്തു. അപ്പോൾ ഇവിടെ n നിന്ന് 1 കുറച്ചതാണ്. ഇവിടെ പ്ലസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇൻറ്റു ഡി 2 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ഈ ഫോം ഒന്നുകൂടി ഞാൻ എടുത്തെഴുതുകയാണ്. നോക്കുക, ഒന്നുകൂടി ശ്രദ്ധിക്കണോ. T100, 100 സ്ഥാനത്ത് n, 2 എന്ന് പറഞ്ഞാൽ 1ാം പദം ഫസ്റ്റ് ടേം, 99 എന്ന് പറഞ്ഞാൽ n-1, അതായത് n 100ൽ നിന്ന് 1 കുറച്ചാൽ 99 ഇൻറ്റു 2. അതൊന്നുകൂടി എടുത്തെഴുതുക. T100 എന്നുള്ളത് TN എഴുതി. വെരി ഈസിയാണ്.
നെക്സ്റ്റ് എ എഴുതി, ഓക്കെ. നെക്സ്റ്റ് n-1 എഴുതി, ഓക്കെ. നെക്സ്റ്റ് ഡി എഴുതി. ഇനി ഇതിനെ ചുരുക്ക രൂപത്തിലേക്ക് ഞാൻ മാറ്റാൻ പോവാ. ചുരുക്ക രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ പോവാ. ചുരുക്ക രൂപത്തിലേക്ക് മാറ്റാൻ പോകാൻ നോക്കൂ. നമ്മളെ ഡിയെ മൾട്ടിപ്പിൾ ചെയ്തിടാ. ഇത് ബ്രാക്കറ്റിന്റെ ഇന്നർ സൈഡാണ് ഉള്ളത്. അപ്പോൾ അവിടെ പ്രത്യേകത ഉണ്ട്. ഡി n കൊണ്ടും ഗുണിക്കണം, -1 കൊണ്ടും ഗുണിക്കണം. അപ്പോ പ്ലസ് dn മൈനസ് ഡി. അപ്പോൾ രസകരമായ ഫോമിലേക്ക് എത്താൻ പോവുകയാണ്. Tn സമം, ആദ്യം ഞാൻ ഈ dn എഴുതാൻ പോവുക. ആദ്യം എന്ത് ചെയ്യാണ്, ഇത് പ്ലസ് ആയതുകൊണ്ട് ഒന്നും കൂടി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്വിസ്റ്റിങ് ചെയ്യുക. ഒരു പേടിയും പേടിക്കണ്ട. dn ആദ്യം എഴുതി, പിന്നെ ഇവിടെ എ അല്ലുള്ളത്, അത് പിന്നെ എഴുതി. പിന്നെ ഇവിടെ ഡി മൈനസ് ഡി അല്ല, അത് പിന്നെ എഴുതി. dn പ്ലസ് എ മൈനസ് ഡി, dn പ്ലസ് എ മൈനസ് ഡി. ഈ ഒരു ഫോം നിങ്ങൾക്ക് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോമാണ്. ഇതാണ് അരിത്മെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണിയുടെ ആൽജിബ്രിക് ഫോം. ഇതിനെ വീണ്ടും ചുരുക്കി എഴുതാൻ പറ്റും. ആ ചുരുക്കി എഴുതുന്നത് ഒന്നുകൂടി പറയാ. xn സമം ഇവിടെ എഴുതാം, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് xn സമം വീണ്ടും ചുരുക്കി എഴുതാം an പ്ലസ് ബി. ഇവിടെ ഹിയർ a equal to d, a equal to common sense d. Next b equal to a minus d. ഈ ഒരു പോയിന്റും കൂടി നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. പക്ഷെ അവിടെ ഒരു കാര്യം പറയാം, കൺഫ്യൂഷൻ ഉണ്ടാവുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവരിത് മാത്രം ഉപയോഗിച്ചാൽ മതി. Tn സമം dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ എഫ് എ മൈനസ് ഡി എന്നും പറയാം, എഫ് മൈനസ് ഡി എന്നും പറയാം. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പക്ഷേ എ ഉള്ളിടത്ത് എഫ് ഉണ്ടാകുക. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കാണുമെങ്കിൽ ഇതും എഫ് ആക്കുക. അത് എയും എഫും ഒക്കെ ഒന്ന് തന്നെ. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, എഫ് എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ടേം. അപ്പോൾ ഇവിടെ എഫ് ആക്കുക. ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ടേംസ് മാറണ്ട, എനിക്ക് മാറ്റി പറഞ്ഞു തന്നു എന്നുള്ളൂ. എഫ് പ്ലസ് dn മൈനസ് ഡി. Tn സമം dn പ്ലസ് എഫ് മൈനസ് ഡി. ഹിയർ Tn ഈക്വൽ ടു d കോമൺ ഡിഫറൻസ് and plus f first term minus g common difference. This is important formula, so you must by heart it. നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുകയും ഇതിൻ്റെ മെത്തഡോളജി പ്രകാരം പഠിച്ചു വെക്കുകയും ചെയ്യണം. ഇനി ഒരു ഉദാഹരണം ഇത് വെച്ച് നിങ്ങൾക്ക് തരികയാണ്. ഈ ഫോമിൽ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യനാണ്. ഈ ഫോമിൽ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. Question. Listen here. The first term of a arithmetic sequence equal to 6. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം 6 ആകുന്നു. ഇനി ചോദ്യം, കൂടാതെ ആൻഡ് d ഈക്വൽ ടു 4, പൊതുവ്യത്യാസം 4 ആകുന്നു. ഒന്നുകൂടി പറയാം. ദി ഫസ്റ്റ് ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈക്വൽ ടു 6 ആൻഡ് കോമൺ ഡിഫറൻസ് ഈക്വൽ 4. ക്വസ്റ്റ്യൻ ഈസ് ഫസ്റ്റ് റൈറ്റ് അരിത്മെറ്റിക് സീക്വൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ആൽജിബ്രിക് ഫോം ഓഫ് ദിസ് സീക്വൻസ്. മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 6ഉം പൊതുവ്യത്യാസം 4ഉമാണെങ്കിൽ ആ സമാന്തര ശ്രേണി എഴുതുക. SLC വീറുന്ന ചോദ്യ. രണ്ടാമത്തത്
ബി ആ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഇത് എഴുതുന്നതോടുകൂടി നിങ്ങൾക്ക് ഇന്ന് ഞാൻ ആദ്യം എടുത്ത കൺഫ്യൂഷനുള്ള ഭാഗം തീരും. അതൊന്ന് എഴുതിത്തരാം. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം എഫ് ഈക്വൽ ടു 6. ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ എഴുതുക. എല്ലാ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടാണ് ക്ലാസ്. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം കൂടാതെ ആവറേജ് ആയി പഠിക്കുന്ന മാത്സ് ഒരു സിമ്പിൾ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിൻ്റെ ടെക്നിക്സ് ഉപയോഗിച്ച് പഠിക്കണം. എന്നാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുക. ഇതിന് 7 മാർക്ക് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കും. നിങ്ങൾ ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അപ്പോൾ ടി ഈക്വൽ ടു 6, ഡി ഈക്വൽ ടു 4. ഇനി ചോദ്യം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ചോദ്യം ഉണ്ടാക്കാം. ഒന്നാം പദം 6ഉം പൊതുവ്യത്യാസം 4ഉമായ ഒരു സമാന്തര ശ്രേണി എഴുതുക. അപ്പൊ നിങ്ങൾ സമാന്തര ശ്രേണി എഴുതാൻ പഠിച്ചിന്. ഒന്നാം പദം 6, നെക്സ്റ്റ് പൊതുവ്യത്യാസം 6 + 4, നെക്സ്റ്റ് 6 + 4 എത്ര 10, 10 + 4 14, നെക്സ്റ്റ് 14 + 4, നെക്സ്റ്റ് 18, 6, 10, 14, 18 etc. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസറായി എ. ആൽജിബ്രിക് ഫോം ബി സിമ്പിൾ. നമ്മൾ മുൻ പഠിച്ചു. എന്താ പഠിച്ചത്? xn സമം പറഞ്ഞോളി. xn സമം പെട്ടെന്ന് പറയേ dn പ്ലസ് f മൈനസ് d, f മൈനസ് d. ഹിയർ d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 4n. ഓക്കെ, ഫസ്റ്റ് ടേം 6 ഓക്കെ, d 4 ആൻസറായി. അപ്പൊ ഈക്വൽ ടു 4n 6 മൈനസ് 4 6 - 4 + 2. ഇതിന്റെ ഇക്വേഷൻ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. എപ്പോഴും ഓർത്ത് വെച്ചുകൂടാ. ഒരു പ്ലസും മൈനസും നമ്പർ കണ്ട ഇത് ഓർത്ത് വെച്ചാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. ബിഗസ്റ്റ് മൈനസ് സ്മാളസ്റ്റ്, പുട്ടിങ് സൈൻ ബിഗസ്റ്റ് numbers sign. Okay, do you understand that point? Isn't it correct? 4n + 2. Okay, this is a good question. Next, കുറച്ചൊരു ടഫുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുക. അതൊരു A+ ക്വസ്റ്റ്യൻ ടച്ച്. അത് നിങ്ങൾക്ക് ഏത് ആവറേജ് കുട്ടികൾക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ മാഷ് ചെയ്യുന്നത്. കുറച്ച് ടഫുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കൺസിഡർ ഒരു ക്വസ്റ്റ്യൻ കണ്ടോളൂ. കൺസിഡർ അരിത്തൻ സീക്വൻസ് ഗിവൺ ബിലോ. 2 സമാന്തര ശ്രേണി, 2 എണ്ണ തന്നെ. എത്ര എണ്ണ തന്നെ? 2 എണ്ണം. 11, 19, 27. വേറെ സമാന്തര ശ്രേണി 50, 55, 60. ഓക്കെ, 2 സമാന്തര ശ്രേണികൾ തന്നു. ഇത് ഈ 2 ഒരു A+ ക്വസ്റ്റ്യനാ. കൺസിഡർ അറ്റൻസ് ഗിവൺ 11, 19, 27, 50, 55, 60. Is there is a common to this sequence? ഇതിൽ പൊതുവായിട്ട് ഏതെങ്കിലും ടേം 2ലും ഉണ്ടോ? ഏതോ ഒരു ടേം 2ലും ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ ടേം ഏതാണ്? എത്രാമത്തെ ടേം, അതിൻ്റെ പൊസിഷൻ ഏതാണ്? എത്രാമത്തെ ടേം ആണ്? ഒന്നുകൂടി പറയാം. കൺസിഡർ ആസ് എ ഗിവൺ 11, 19, 27 and 50, 55, 60. Is there is a common to this sequence? Find position. ഒന്നുകൂടി ചോദ്യം മലയാളത്തിൽ പറയാം. 11, 19, 27 എന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ, 50, 55, 60 എന്ന അരിത്മെറ്റിക് പ്രോഗ്രഷനും 2 പ്രോഗ്രഷൻ ഉണ്ട്. ഈ 2 പ്രോഗ്രഷനിലും ഏതെങ്കിലും ടേം തുല്യമാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ എത്രാമത്തെ ടേം ആണ്? 2ലും വരുന്ന ഒരു ടേം ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രാമത്തെ ടേം ആണ്? അപ്പോൾ നിങ്ങൾ ക്ലാസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആൽജിബ്ര എഴുതുക, ബീജഗണിത രൂപം. എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? ആദ്യം എഴുതെങ്കിൽ നിങ്ങൾ 2 പഠിച്ചു വെക്കണം. A = 11, D = 20. 11 9ലേക്ക് എത്ര ഉണ്ടാവും? 8. 8ഉം 11ഉം 19, 19, 11, 27.
കിട്ടി. ഇനി നമുക്ക് ബീജഗണിത രൂപം ഈസി ആയിട്ട് എഴുതാം. എക്സ് എൻ സമം അതൊന്നുകൂടി എഴുതി വെക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, വളരെ ഈസിയാണ്. ഡി എന്താണ്? 8 ആകുന്നു. എൻ ബീജഗണിതത്തിന്റെ എൻ, ആ nth ടേം നെക്സ്റ്റ് ഫസ്റ്റ് ടേം 11 ആകുന്നു. ഡി കോമൺ ഡിഫറൻസ് 8 ആകുന്നു. അപ്പൊ ആൻസർ എത്ര? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. എത്ര ആൻസർ? 3. ഓക്കെ, ഒന്നാമത്തെ ബീജഗണിതം എക്സ് എൻ കിട്ടി. ഒന്നാമത്തെ എക്സ് എൻ കിട്ടി. രണ്ടും തുല്യമാണ്. രണ്ടാമത്തെ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. For example, A50, D equal to 5, Xn equal to Dn plus F minus D, where D common difference 5, N, F first term 50 minus D 5N plus 45. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് രണ്ട് ആൾജിബ്രിക് ഫോമും തുല്യമാണെന്ന് ചോദ്യം പറയുന്നുണ്ട്. ഗിവൺ കൺസിഡർ ആസ് ഗിവൺ 11, 19, 27 and also 50, 55, 60 is there is a common number to their sequence at same term position. If yes, find term position, find term also. അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഈ കണക്ക് ഇതൊരു A+ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്തു നോക്കണം നിങ്ങൾ. ഇത് രണ്ടും തുല്യമാക്കുക. 8n പ്ലസ് 3 ഈക്വൽ ടു 5n പ്ലസ് 45. നെക്സ്റ്റ് 8n 5n ഇങ്ങ് കൊണ്ടുവരാം. ഒരേ സാധനം സമത്തിന്. അപ്പോൾ പ്ലസ് ഈക്വലിൻ്റെ ഇപ്പുറം കൊണ്ടുപോകും -5n ആവും. 45 പ്ലസ് 3 സമത്തിന് അപ്പം -3 ആവും. അറിയാലോ, ഒരേ ടേം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ എന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 8n 5n കുറച്ചാൽ 3n, 45ന് 3 കുറച്ചാൽ 42. അപ്പോൾ 3n ഈക്വൽ ടു 42, n ഈക്വൽ ടു 42/3 ഈക്വൽ ടു 14. വേർ ഇത് ഈ 14 ഇതിൽ പദമാണ്. 14 ഇതിൽ പദമാണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യനും കൃത്യമായി തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ 14th ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒന്ന് പറയും. 14th ടേം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇതൊന്ന് മയക്കാം. 14th ടേം ഒന്ന് പറയും. T40 14th ടേം ഈക്വൽ ടു ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ച കാര്യം ഫസ്റ്റ് ടേം പ്ലസ് 13 ഇൻറ്റു ഡി. അതാണ് 14th ടേം. അപ്പോൾ 15th ടേം എങ്ങനെ കണ്ടിരിക്കുക? ഫസ്റ്റ് ടേം ഇൻറ്റു 40 ഇൻറ്റു ഡി. 16th ടേം 20th ടേം എങ്ങനെ കണ്ടിരിക്കുക? ഫസ്റ്റ് ടേം പ്ലസ് 19 ഡി. ഒന്ന് കുറച്ച് പറഞ്ഞാൽ മതി. 1000ാമത്തെ ടേം എങ്ങനെ കണ്ടിരിക്കുക? ഫസ്റ്റ് ടേം പ്ലസ് 999 ഡി. 999 ഡി എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഉത്തരായി T14. ഫസ്റ്റ് ടേം എന്തായില് അറിയോ? ഫസ്റ്റ് ടേം അറിയോ? ഏതിലും കൊടുക്കാം. ഫസ്റ്റ് ടേം ഏതെങ്കിലും ഒന്ന് എടുത്തോളി. ഞാൻ ഏതെടുക്കാം? 11 എടുക്കാം, അല്ലെ 50 എടുക്കാം? 50 എടുക്കാം. 50 പ്ലസ് 13 ഇൻറ്റു ഡി എത്ര? 5. 50 പ്ലസ് 13 ഇൻറ്റു 5 50, 65. ഓക്കെ, 65 ഈക്വൽ ടു 1. 14th ടേം 115. വെരി ഗുഡ്. ഇത്രയും ഭാഗമാണ് ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, ഈ ആൽജിബ്രിക് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ സമ്മും ടേംസും മാഷ് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഇത് ഇന്ന് തന്നെ ഈ ചോദ്യങ്ങൾ കൃത്യമായി ചെയ്തു നോക്കിയാൽ എല്ലാ SSLC പരീക്ഷയ്ക്കും
കൃത്യമായ ഒരു ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് മാഷ് ഇന്ന് പറഞ്ഞത്. വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കണക്ക് ചെയ്ത് പഠിക്കണം. ഇനി നിങ്ങൾ ഇതേ ചോദ്യത്തിൽ നമ്പർ മാറ്റിയിട്ട് ഹോംവർക്ക് തരികയാണ്. ഹോംവർക്ക് ഒരു വിഷയവുമില്ല. ഈ തന്ന ചോദ്യങ്ങളിൽ സംഖ്യ മാറ്റിയിട്ട് ഹോംവർക്ക് ചെയ്യുക. 4 ക്വസ്റ്റ്യൻ ചെയ്യുക. എങ്ങനെ? ഈ വന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നിവയിൽ സംഖ്യ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ചെയ്യുക. രണ്ടാം പാർട്ട് പിന്നീട് എടുക്കാം. ഇന്ന് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. സമയം 25 മിനിറ്റോളം നമ്മൾ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കാൻ സാധിക്കുകയില്ല. ശ്രദ്ധ കുറഞ്ഞു പോകുമ്പോൾ ടൈം കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് കൃത്യമായി ആ ഹോംവർക്ക് ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് വിട്ടുകൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. താങ്ക് യു.